എല്ലാവർക്കും നമസ്കാരം. തന്ത്രങ്ങളാണ് ഇന്ന് പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയിക്കുന്നത്. തന്ത്രങ്ങൾ ജയിക്കുമ്പോൾ പൊതുജനം തോക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ലോകം മുഴുവൻ ജനത്തിന് വോട്ട് ചെയ്യാൻ മടിയാണ്. ഈയിടെ എൻ്റെ ഒരു സ്നേഹിതന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ അയാൾ പറയാം, ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു നിശ്ചിത ഡോളർ അവിടുത്തെ പൗരന്മാർക്ക് പിഴയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത്തിനൊന്നും ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുമാതിരിപ്പെട്ട പോസ്റ്റിലെല്ലാം ഈ മലയാളികൾ വരുന്നത് അതുകൊണ്ടാണ്. ഓസ്ട്രേലിയയിലൊക്കെ പറയുകയാണ്, ഒരു IT കാരന് കിട്ടുന്നതിൻ്റെ 8/1 പോലും ഒരു രാഷ്ട്രീയ നേതാവിന് വരുമാനമില്ലെന്നാണ് പറയുന്നത്. പിന്നെ വേറെ രീതിയിലുള്ള വരുമാനങ്ങൾക്കുള്ള വകുപ്പ് ചെറിയ തോതിലൊന്നും അവിടെ ഇല്ലതാനും. അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊന്നും അവിടുത്തുകാർക്കും താല്പര്യമില്ലാതെ വരുന്നതുകൊണ്ടാണ് ഈ വെളിയിൽ നിന്ന് വരുന്നവരെ പിടിച്ചു നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ രീതി പോവുകയാണെങ്കിൽ കേരളത്തിലൊക്കെ ബംഗാളിയെ പിടിച്ചു നിർത്തേണ്ടി വരും, ഒരു മെമ്പർ ആകാവോ എന്നൊക്കെ ഒന്ന് ചോദിക്കേണ്ടി വരും. പല മുനിസിപ്പാലിറ്റികളുടെയും പല വാർഡുകളിലും 1000 പേര് വേണ്ടതിൽ 300 പേര് പോലും ഇല്ലാത്ത വാർഡുകളിൽ 200 പേര് വരെ വയസ്സന്മാരും അല്ലെങ്കിൽ വൃദ്ധരായതുകൊണ്ട് അവർക്കൊന്നും നടക്കാൻ പോലും മേലാത്തതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഇവിടെയും പല വാർഡുകളിലും ഭായിമാരെ നിർത്തേണ്ട ഒരു സാഹചര്യം വളരെ വിദൂരമല്ലാതെ വരാനുള്ള വകുപ്പുണ്ട് എന്ന് നമുക്ക് വളരെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇനി നമ്മുടെ ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം നമ്മൾ നോക്കിയാലും പൊതുവേ ഒരു 60% ആവറേജ് ഇന്ത്യയിലെ ഒരു വോട്ടിംഗ് ശതമാനം എന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നമ്മളിങ്ങോട്ട് കണക്കെടുത്ത് നോക്കിയാൽ 60% താഴെയാണ് ആവറേജ് ഒരു വോട്ടിംഗ് ശതമാനം. എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 മുതൽ 60 വരെ ആണ് കണക്കും പ്രകാരം വരുന്നത്. ഈ 50 മുതൽ 60% വരെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 60 ഉണ്ടെങ്കിൽ, ബാക്കി 40% ആളുകൾ വോട്ട് ചെയ്യുന്നേ ഇല്ല ഒരിക്കലും. ഈ 40%-നകത്ത് ഒരു 5% ആളുകൾ മരിച്ചു പോയവരോ അല്ലെങ്കിൽ തീർത്ത് കിടപ്പായവരോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരൊക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും 35% ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടവർ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ അവരിതിനകത്ത് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു ജനവിധി അല്ല ഇപ്പോൾ സത്യത്തിലൂടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചെയ്യപ്പെടുന്ന 60% വോട്ടിൽ ഒരു 25 മുതൽ 28% വരെ കിട്ടുന്നവർ ജയിക്കുന്ന ഒരു കളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെയ്യപ്പെടുന്ന 60%-ൻ്റെ ഒരു 25 മുതൽ 28% വരെ ലഭിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ A മുതൽ Z വരെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പാർട്ടികൾ ഇഷ്ടം പോലെ, സബ് പാർട്ടികൾ, അങ്ങനെ ഒത്തിരി പാർട്ടികൾ. ഈ പാർട്ടികളൊക്കെ തന്നെയും കാര്യം പറഞ്ഞാൽ പാർട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടികളുണ്ട്, പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവർത്തനമൊന്നും കാണാറില്ല. ഇലക്ഷൻ ആകുമ്പോൾ എവിടെന്നെങ്കിലും പൊങ്ങി വരും. ഈ ഇലക്ഷൻ ആകുമ്പോൾ ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ നടത്തുന്നു എന്നതാണ് അവർ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു, എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കാൻ പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് അയാൾ മത്സരിച്ചാൽ ജയിക്കുമോ? അന്നേരം പുള്ളി പറഞ്ഞു, ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, പുള്ളി തോക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് പുള്ളി തോക്കുന്നത്? അതായത് പുള്ളി നിൽക്കുവാണെങ്കിൽ ഒരു 5000 വോട്ട് പുള്ളിക്ക് കിട്ടും. 5000 വോട്ട് കിട്ടാനുള്ള ചില ബന്ധങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് വെറുതെ 5000 വോട്ട് ചതച്ച് കളയുന്നത്? അതെന്നാന്ന് ചോദിച്ചാൽ ആ മണ്ഡലത്തിൽ സത്യത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളിനെ തോപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ട് ഇതിന് പൈസ മുടക്കൊക്കെ ഇല്ലേ? പിന്നെ പൈസ ഒക്കെ പിന്നെ ഇപ്പം ജയിക്കാൻ സാധ്യതയുള്ളവനെ തോപ്പിച്ച് കൊടുത്താൽ അടുത്ത ജയിക്കുന്ന ആൾ അതിൻ്റെ പൈസ ഒക്കെ മുടക്കിക്കോളുമെന്ന്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്നാ മനസ്സിലാക്കണ്ടേ? ഇതൊരു ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന ആളുകളും ഇതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്കോ പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണേലും ഒരു 5 വർഷത്തിനിടയ്ക്ക് 2-3 തെരഞ്ഞെടുപ്പുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, മുനിസിപ്പാലിറ്റി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇതിനകത്തൊക്കെ കയറി കളിക്കാൻ അറിയാവുന്ന ആളുകൾ അതും മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ, ഡൽഹിയിൽ കോൺഗ്രസ് ജയിക്കുകയില്ലെന്നുള്ളത് കോൺഗ്രസിന് 100% അറിയാം. ഡൽഹി ഭരണം കിട്ടുകയില്ലെന്നുള്ളത് കോൺഗ്രസിന് 100% അറിയാം. അത് ഇന്ത്യയിലെ ഏത് കുഞ്ഞിനും അറിയാം, ഇന്ത്യയിലെ ഏത് സാധാരണക്കാർക്കും അറിയാം, ഈ ഇന്ത്യയിലുള്ള സകല കോൺഗ്രസ്സുകാർക്കും അറിയാം, കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം ജയിക്കുകയില്ലെന്നും. പക്ഷേ അവർ നിന്ന് മത്സരിച്ചു, ചുമ്മാ ഒരാശയം പറഞ്ഞു,
അവരുടെ സംഘടനാ ബലം കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തോൽപ്പിച്ചു. അവർ നിന്ന് മത്സരിച്ചപ്പോൾ ഒരു മണ്ഡലത്തിൽ പോലും ജനം അവരെ ജയിപ്പിച്ചില്ല. ജനത്തിന് അവരോടുള്ള താല്പര്യം പോയതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ പോലും ജയിപ്പിച്ചില്ല. അതാ സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കെജ്രിവാൾ, മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കെജ്രിവാൾ അവിടെ മത്സരിച്ചപ്പോൾ 4089 വോട്ടിനാണ് കെജ്രിവാൾ തോറ്റത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചത് 4565 വോട്ടാണ്. അതായത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി 4565 വോട്ട് പിടിച്ചത് കൊണ്ടാണ് കെജ്രിവാൾ 4089 വോട്ടിന് തോറ്റത്. അതാണ് തന്ത്രം. അതായത് ചെയ്ത വോട്ടിൻ്റെ 95% പ്രധാന പാർട്ടികൾ പങ്കിട്ടപ്പോൾ, ചെയ്ത വോട്ടിൻ്റെ 60% ഉള്ളെന്ന് കൂട്ടണം, അതിൻ്റെ പ്രധാന ഭാഗം ഈ 3 പാർട്ടികൾ പങ്കിട്ടപ്പോൾ 5% വോട്ടുകൾ ചെതറിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ കളി മാറിയതിൻ്റെ പുറകിലുള്ള തന്ത്രം. ഇനി ഏറ്റവും പ്രധാന തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ജയിക്കുകയല്ല എന്ന് ഉറപ്പുള്ള കോൺഗ്രസിനെ അവിടെ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് ജയിച്ചവരുടെ തന്ത്രം. ജയിക്കുകയല്ല എന്നുറപ്പുള്ള കോൺഗ്രസിനെ എല്ലാ മണ്ഡലത്തിലും ജയിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ ജയിച്ച ആളുകളുടെ തന്ത്രം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ 6.5%, 6.34% വോട്ടങ്ങ് പിടിച്ചു മാറ്റിയപ്പോൾ കഥ തകിടം മറിഞ്ഞു. നമ്മൾ ഡൽഹിയിലെ അവസ്ഥ നോക്കിയാൽ കഥ തകിടം മറിഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഒരു 30 മുതൽ 35% വരെ വോട്ടുള്ള പാർട്ടികൾ ജനം വെറുത്താൽ പോലും, ജനം വോട്ട് ചെയ്തില്ലേ പോലും, ആ പാർട്ടിയുടെ വോട്ടിൻ്റെ ബലത്തിൽ അവർ അധികാരത്തിൽ വരും. എന്ന് പറഞ്ഞാൽ ഒരു 30 മുതൽ 35% വരെ വോട്ടുള്ള പാർട്ടികൾ അവരവരുടെ അണികളെ മാത്രം സന്തോഷിപ്പിച്ച് നിർത്തിയാൽ പോലും, പൊതുജന ഒന്നും എതിരാണെങ്കിൽ പോലും അവരധികാരത്തിൽ വരും. ഇതൊരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഈ തന്ത്രമാണ് ഇന്നിപ്പം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മർമ്മം. സ്വാഭാവികമായിട്ട് 30-32% ഒക്കെ വോട്ടുള്ള പാർട്ടികൾ വൻ ഭൂരിപക്ഷത്തോടെ അധികാരങ്ങളിലെത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഈ തന്ത്രങ്ങളിൽ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് ജയിപ്പിക്കത്തക്ക വിധം സാമുദായിക സമവാക്യങ്ങൾ ഉണ്ടാക്കുകയും അതിനുള്ള തന്ത്രപരമായിട്ടുള്ള സീറ്റുകളിൽ ആളുകളെ നിർത്തുകയും, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഒരിക്കലും തങ്ങൾക്ക് കിട്ടുകയില്ല എന്നുള്ള വോട്ടുകൾ ചെതറച്ച് കളയാൻ വേണ്ടിയിട്ട് അവരുടെ സമുദായത്തിൽ നിന്നോ അവരുടെ മതത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ ആളുകളെ ഇളക്കി വിടാൻ പറ്റിയാൽ, അവരെ സംബന്ധിച്ച് അവർ ഓർത്തോളൂ, ഇപ്പം നമ്മളെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമാണ്, സാഹചര്യമാണെന്നൊക്കെ ഓർക്കും. എന്നിട്ട് അവർ തിരിച്ചും മറിച്ച് വോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് വന്ന് ഒരു യോഗ്യനായ ഒരാൾ ജയിക്കേണ്ട ഒരവസരം ഉണ്ടെങ്കിൽ ഈ തന്ത്രങ്ങളുടെ മുമ്പിൽ ഇത് പരാജയപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ കേരളത്തിലെയൊക്കെ അല്ല ഇന്ത്യയിലെയൊക്കെ പല സ്ഥലങ്ങളിലെ ഇലക്ഷൻ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ പത്രക്കാരുടെയൊക്കെ സകല കാൽക്കുലേഷനും തകിടം മറിഞ്ഞു പോകുന്നത്, ആളുകളുടെ കാൽക്കുലേഷൻ തകിടം മറിഞ്ഞു പോകുന്നത് ഈ തന്ത്രങ്ങളുടെ വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൊത്തം വോട്ട് എത്രയുണ്ട്, ഏതൊക്കെ രീതിയിലായി വോട്ട് നിൽക്കുന്നത്, ഓരോ പാർട്ടിക്കും വീതിക്കപ്പെടുന്ന വോട്ട് എത്രയാണ്, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന വോട്ട് എത്രയാണ്, ആ വോട്ടുകൾ എങ്ങനെ പോകും എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അറിയുന്നവനെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഈ രാഷ്ട്രീയ തന്ത്രജ്ഞർ അതിനനുസരിച്ച് നീങ്ങി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണക്കാർ ജനം അവരുടെ ഹൃദയത്തിൽ എതിർപ്പുണ്ടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർ ജയിക്കും. ഇനി ഇതിനകത്ത് ഹൃദയം തകർക്കുന്ന ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാം. ഹൃദയം തകർക്കുന്ന ഒരു സന്തോഷ വാർത്ത. കേരളത്തിനെ സംബന്ധിച്ച് 30% വോട്ടുള്ള LDFന് 30% കൈവശ വോട്ടുള്ള LDFന് ആവശ്യത്തിന് തന്ത്രങ്ങളും സാഹചര്യങ്ങളും എല്ലാം അവർക്ക് അറിയാവുന്നതുകൊണ്ട് വീണ്ടും ഒരു തവണയും കൂടെ അവരധികാരത്തിൽ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ ഈ തന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പം
നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്ത്രങ്ങൾ ജയിക്കുകയും പൊതുജനം തോക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ സാഹചര്യം കാണുന്നത് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.